നല്ല സഹകരണം, കാര്യങ്ങൾ പറയാനും എടുക്കാനൊക്കെ നല്ല കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി തരും. ഭൂമി വന്ന് എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ പൈസ കൊടുക്കുമ്പോൾ എണ്ണി കൊടുക്കണം. കറൻസി മാറ്റണമെന്നുണ്ടെങ്കിൽ ആ കറൻസി കൊടുത്ത് എണ്ണി മാറ്റിയിട്ട് പോകും. നല്ല ഹെൽപ്ഫുൾ ആളാണ്. ഇമ്പീരിയൽ ഹോട്ടൽ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. നല്ല മനുഷ്യനാണ്. ഓരോ മണിക്കൂറിലൊരുക്ക പോകുന്നുണ്ടോ, ഓരോ മണിക്കൂറിലൊരുക്ക ഈ വണ്ടി വന്ന് റോഡിൽ നിന്ന് വേസ്റ്റ് എടുത്തുകൊണ്ടേയിരിക്കും. എല്ലാ കടക്കാരും പുറത്ത് വെച്ചാൽ മതി. ഇവർ മണിക്കൂറിൽ ഒരു പ്രാവശ്യം ഈ റോഡിൽ ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടേയിരിക്കും. ഇനി ആ വണ്ടി കയറാത്ത സ്ഥലത്ത് ഇതുപോലെ ചെറിയ വണ്ടി. എല്ലാ ടൂർ സ്പേസിലും നിങ്ങൾക്ക് അവിടെ നിന്ന് ലോക്കൽ ടൂർ പോകാൻ വേണ്ടി ഇതുപോലെ ഒരു ടൂർ ഓഫീസ് ഉണ്ടാവും. ടൂർ ഓഫീസ് കൂടെ മണി എക്സ്ചേഞ്ച് ഇത് എടുക്കണമെന്നില്ല. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ടൂർ ഓപ്പറേറ്റ് ഓരോ ദിവസത്തെ ഇതുണ്ട്. ഇവിടെ അടുത്ത് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ അതെടുക്കാം. പക്ഷെ ക്ലൂക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ ബാർഗെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബെസ്റ്റ് പ്രൈസിന് നമുക്ക് കിട്ടും. ക്ലൂക്ക് എന്ന് പറഞ്ഞ ആപ്പ്. ഇതാണ് ആ ട്രെയിൻ സ്ട്രീറ്റ്. രണ്ട് സൈഡും ബിയർ പാർലറാണ്. ബിയറൊക്കെ വാങ്ങി ഹനോയിലെ ഒരു മെയിൻ സ്ഥലമാണ്. ഇന്ത്യൻസാണ് ഇതൊക്കെ കാണുന്നതൊക്കെ ഇന്ത്യൻസാണ്. ഇപ്പോൾ രാത്രി 9 മണി അടുപ്പിച്ചാണ് ഈ തിരക്ക്. എല്ലാവരും ബിയർ വാങ്ങിയിട്ട് ഇരിക്കലാണ്. ട്രെയിൻ വരുന്നവർ ബിയർ കഴിച്ചിരിക്കും. അടുത്ത ഇവർ പോയ ഉടനെ അടുത്ത ആൾക്കാർ വരും. അടുത്ത ബിയറായിട്ട് ആൾക്കാർ ഇരിക്കും. ഇവിടെ ഇരിക്കണമെങ്കിൽ ഒരു ചെയർ കിട്ടണമെങ്കിൽ ഒരു ബിയറോ ഒരു സ്മൂത്തിയോ വാങ്ങാം. സ്മൂത്തി എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ 500 രൂപയാവും. ഇതൊക്കെ സാധാരണക്കാരാണ്. ട്രെയിനിൻ്റെ സൈഡിൽ പണ്ട് ജീവിക്കാൻ വേണ്ടി കച്ചവടം ചെയ്യുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുന്നതാണ്. ഇന്ന് വലിയ പൈസ കിട്ടുന്ന പരിപാടിയായിട്ട് മാറി. ട്രെയിൻ പാസ് ചെയ്ത് പോകും. ഇത് ബാങ്കോക്കിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ബാങ്കോക്കിലൊന്നും പിന്നെ അങ്ങനെ പൈസ ആവില്ല. ഇവിടെ ഒരു ചെയർ കിട്ടണമെങ്കിൽ ഭയങ്കര പൈസ. കാരണം ഇത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഭയങ്കര ഫേമസാണ്. ഈ സ്ട്രീറ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ഫേമസാണ്. ഇന്ത്യൻസ് ഒരുപാടുണ്ട് കേട്ടോ. $500 വേണം നമുക്കൊരു സ്മൂത്തിയോ ബിയറോ വാങ്ങി അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. 1.5 മണിക്കൂർ രാവിലെ 8 മണി മുതൽ ട്രെയിൻ പാസ്സായി തുടങ്ങും. 1.5 മണിക്കൂർ ഇടവിട്ട് ട്രെയിനുണ്ടാവും. ഒരുപാട് ആൾക്കാർ വരുന്ന ഏരിയ. ബിയർ തന്നെയാണ് വാങ്ങുന്നത്. ഒരു ബിയർ വാങ്ങും. ഇവിടെ സീറ്റുണ്ടാവും. ഇത് കുറേ ഉണ്ട് കേട്ടോ. കുറേ ദൂരം അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങോട്ട് ആൾക്കാർ തിരക്കില്ല. തിരക്ക് മുഴുവൻ ആ സൈഡിലാണ്. ഇപ്പോൾ താഴെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് മേളിലോട്ടൊക്കെ ഫ്ലോർ ആക്കിയിട്ടുണ്ട്. ഒരു ചെയറിന് 500 രൂപ. നമ്മൾ ഇന്ത്യൻ മണി 500 കൊടുക്കണം. ഞാൻ പിന്നെ ഇവരുടെ അടുത്ത് ഒരു സ്മൂത്തി വാങ്ങാൻ 3 ചെയർ തരും ചോദിച്ചിട്ട് വാങ്ങിയതാണ്. ഇവർ തന്നില്ല. ഒരു പാവം. ഒരു സ്മൂത്തി വാങ്ങിയ 3 ചെയർ തന്നെ തന്നത്. 500 രൂപ ആവും ഒരു സ്മൂത്തിക്ക് ഇന്ത്യൻ പൈസ. സ്മൂത്തിക്ക് നമ്മൾ സാധാരണ ഒരു 200 രൂപ വാല്യുള്ള സാധനമാണ്. വെള്ളം ചേർക്കാതെ വലിയ ഗ്ലാസ്സിൽ മാംഗോ ജ്യൂസ് ഉണ്ടാവും. ടൂറിസം എന്ന് പറയണത് സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്നത്.
ഈ സാധാരണക്കാരൻ എടുത്ത് വരുന്ന ആൾക്കാർ താമസിക്കാൻ വേണ്ടി മാത്രം, രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് റൂമും മറ്റേ. അതിനിപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനുമാണ്. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് അവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. ഇതങ്ങനല്ല. മേളൊക്കെ പഴയ ബിൽഡിങ്ങാണ്. ഇതൊക്കെ ഇൻസ്റ്റാഗ്രാം ട്രെൻഡാണ്. ഇൻസ്റ്റാഗ്രാം ട്രെൻഡിൽ ആൾ വരുന്നതാണ്. ഈ സമയത്ത് ഇത്ര ആളാണ് വരുന്നുണ്ടെങ്കിൽ പകലൊക്കെ എന്തുമാത്രം ആളുണ്ടാവും. നമുക്കിവിടെ ഒരു ക്രൂയിസ് ട്രിപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി തന്നെ ഈ പരിപാടി തീർക്കലായിരുന്നു. ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകും. ആ സമയത്ത് നമുക്കിവിടെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ വന്നതാണ് ഒരു വണ്ടിയിൽ. പാക്കേജ് ടൂറിൻ്റെ ആൾക്കാരാണ്. 1, 3, 25 ആൾക്കാരുണ്ട്. 500 വെച്ച് ഒരു 12,500 രൂപയ്ക്ക് ഉള്ള സെയിലിൻ്റെ ആൾക്കാരാണ് നിൽക്കുന്നത്. അത് ചേർകൊണ്ട് ഈ കടയിലെ പൂച്ചയാണ്. ഇവർ ഗസ്റ്റാണ്. നമസ്തേ നമസ്തേ നമസ്തേ. 10 number cat house. 10 number house मेरा house. Oh, 5 cat. 10. 10. പുള്ളിയുടെ ഗ്രാൻഡ് ഫാദർ വന്ന ആസാംകാരനാണ്. പുള്ളിപ്പോൾ ചൈനയാണ്, ആസാംകാരനാണ്. ഇത് ഗസ്റ്റാ, ലവേഴ്സാ. എത്ര ഇത് ഇണങ്ങി കിടക്കുന്ന നോക്കിയാണ്. അതോ ഈ വരുന്ന ആൾക്കാരുണ്ടോ? ഇനി കസേരുന്ന് എനിക്ക് വീഡിയോ ഇട്ടുന്നത് ഇതാണ്. ഇനി എനിക്കാണ് ഈ വരുന്ന ആൾക്കാരെ കണ്ടോ? ഇവർ അവിടെ നിന്ന് എത്ര സമയത്താണ്, ഏതൊക്കെ സമയത്താണ് വരണമെന്നുള്ള ഒരു ചാർട്ട് ഹോട്ടലിൽ നിന്ന് കൊടുക്കും. ഈ ടൈം സമയം ഇതിലിപ്പോൾ ഒരു ബാച്ച് വന്നതാണ്. ഒന്നുമില്ല, ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോവും. ആ സമയത്ത് എല്ലാവരും ഇവിടെ നിന്ന് ഒരു ജ്യൂസൊക്കെ കുടിക്കുന്ന ഒരു വീഡിയോസൊക്കെ എടുക്കും. അത് പ്രത്യേകം നമ്മൾ സാധാ ട്രെയിൻ തന്നെയാണ്. വേറെ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡാണ്. ഹാനോയ് ട്രെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ്ങാണ്. ഇൻസ്റ്റാഗ്രാം കണ്ടുകൊണ്ട് മാത്രം, അതായത് ഇപ്പോൾ ഒരു നാട്ടിൽ വരുമ്പോഴത്തേക്കും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞില്ലേ, ഈ നമ്മുടെ ട്രിപ്പ് അഡ്വൈസർ അല്ലെങ്കിൽ നമ്മുടെ മസ്റ്റ് വിസിറ്റ് ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ നോക്കുമ്പോൾ അതിൽ കാണിക്കുന്ന ആദ്യത്തെ 5ഉം 10ലൊക്കെ ഇതൊക്കെയാണ് വരിക. ഒരു സൈഡ് നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ വണ്ടി വേസ്റ്റ് എടുക്കുന്ന വണ്ടി അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിലൊരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ആ വേസ്റ്റ് എടുക്കുന്ന. അതുമാത്രമല്ല, വേസ്റ്റ് എടുക്കുന്ന പണിക്കാരുടെ ആ ഡ്യൂട്ടി ഡ്രസ്സ്,
ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഒരിക്കൽ ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോൾ എത്ര രൂപയാണ് ഈ രണ്ട് സൈഡിലുള്ള കടക്കാർക്ക് വരുന്നത്. ഇതൊരു ട്രെൻഡിങ്ങാണ്. ഇവർ കുടിച്ച ബിയറിൻ്റെ അടപ്പ് ഇവർ ട്രെയിൻ വരുമ്പോഴത്തേക്കും ഈ പാളത്തിൽ വയ്ക്കും. അപ്പോൾ ഈ ട്രെയിൻ പാസ് ചെയ്ത് പോയതിനു ശേഷം ഇത് അവരുടെ സ്വന്തം നിർമ്മിച്ച സൂനീർ എന്നുള്ള ലെവലിൽ ഇത് നാട്ടിൽ കൊണ്ടുപോയി ഫ്രൈം ചെയ്ത് വയ്ക്കുന്നവരുണ്ട്. അത് ഇതൊക്കെ ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ്ങാണ്. അവർ വാങ്ങിയ ബിയറിൻ്റെ അടപ്പിലൊക്കെയാണ് വയ്ക്കുന്നത്. അതിൻ്റെ അടപ്പ് വെച്ചിട്ട് ട്രെയിൻ പോയതിനു ശേഷം അത് നാട്ടിൽ കൊണ്ടുപോയി സൂനിയറായിട്ട് ഉപയോഗിക്കും. ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ്ങാണ്, ഫുള്ളി ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ്ങാണ്.